സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ സൈറസ് പൂനാവാല ഇന്ത്യയിലെ തന്നെ ടോപ്പ് റിച്ചസ്റ്റ് ആളുകളിൽ ഒരാളാണ്. എന്നാൽ അദ്ദേഹം എങ്ങനെയാണ് ഈ കമ്പനി തുടങ്ങിയത് എന്നറിയാമോ? അദ്ദേഹം ആദ്യം ഒരു മൃഗാശുപത്രി ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് വാക്സിനുകളെല്ലാം ഉണ്ടാക്കിയിരുന്നത് മൃഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന സീറം ഉപയോഗിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അവയ്ക്കെല്ലാം വളരെയധികം വിലയുമുണ്ടായിരുന്നു. ഈ കാര്യം മനസ്സിലാക്കിയ സൈറസ് പൂനാവാല എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായി ഒരു വാക്സിൻ കമ്പനി തുടങ്ങിക്കൂടാ എന്ന് കരുതുകയും അദ്ദേഹം തുടങ്ങിയ കമ്പനിയിലെ വാക്സിനുകളെല്ലാം തന്നെ മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് വളരെയധികം വിലക്കുറവിൽ വിൽക്കുകയും ചെയ്തു. ഈ കാരണം കൊണ്ട് തന്നെ കൂടുതൽ ആളുകളും സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വാക്സിനുകൾ വാങ്ങി തുടങ്ങി. ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കമ്പനി മറ്റ് വാക്സിൻ കമ്പനികളെക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കമ്പനി വളരെ പെട്ടെന്ന് തന്നെ 1-ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം തൻ്റെ കമ്പനി തൻ്റെ മകനായിട്ടുള്ള ആദർ പൂനാവാലയെ ഏൽപ്പിക്കുകയും അദ്ദേഹം കമ്പനിയെ വീണ്ടും പല ഉയരങ്ങളിലേക്കും എത്തിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്നത്തെ നിലയിൽ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തി നിൽക്കുന്നത്. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാടധികം ടെക്നോളജിയൊക്കെ സഹായത്തോടെ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ഗ്രോ ചെയ്യാൻ സാധിക്കും. ഈ കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ആദർ പൂനാവാലയ്ക്ക് തൻ്റെ കമ്പനിയെ വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകളും പെട്ടെന്ന് തന്നെ ധനികരാവാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അവരുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. പഴയ തലമുറയുടെ കാഴ്ചപ്പാട് പ്രകാരം ധനികനാവണമെങ്കിൽ നല്ല ഒരു വിദ്യാഭ്യാസം ലഭിക്കുകയും അതിനുശേഷം ഒരു ഹൈ സാലറി ജോബ് ലഭിക്കുകയും ആ ജോലി ചെയ്ത് അതിനുശേഷം റിട്ടയർ ആയതിനു ശേഷവും നല്ല രീതിയിലുള്ള പെൻഷനൊക്കെ കിട്ടി വളരെ സ്വസ്ഥമായി ജീവിക്കുന്നതിനെയാണ് പഴയ കാലഘട്ടത്തിൽ വലിയൊരു സ്വപ്നമായി പലരും കണ്ടിരുന്നത്. എത്രമാത്രം ശമ്പളം ലഭിക്കുന്നു എന്നുള്ളതല്ല, ആ ശമ്പളത്തിൽ നിന്നും പരമാവധി പണം സേവ് ചെയ്യുക, എന്നിട്ടത് പിന്നീട് ഭാവിയിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു പൊതുവെ പഴയ തലമുറയ്ക്ക് ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിച്ച് ആവാൻ അവർക്ക് സാധ്യമായിരുന്നില്ല. മാത്രമല്ല, റിച്ച് ആവുക അല്ലെങ്കിൽ ധനികനാവുക എന്നത് അവർ ചിന്തിച്ചിട്ടുമില്ല. എല്ലാവരെ കൊണ്ടും ധനികനാവാൻ പറ്റില്ല, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു പൊതുവെ പഴയ തലമുറയ്ക്ക് ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് ധനികനാവുക എന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് എന്നായിരുന്നു അവർ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലും ബിസിനസ്സൊക്കെ ചെയ്ത് പെട്ടെന്ന് പണക്കാരനാവുന്ന ഒരാളെ അവർ വളരെ മോശമായ കണ്ണുകൾ കൊണ്ടാണ് നോക്കിയിരുന്നത്. അയാൾ നല്ല മാർഗത്തിലല്ല പണം ഉണ്ടാക്കുന്നത്, അയാൾ വേറെ എന്തൊക്കെയോ മോശമായ ബിസിനസ്സൊക്കെ ചെയ്തിട്ടാണ് ആ പണം ഉണ്ടാക്കുന്നത് എന്നുള്ള കാഴ്ചപ്പാടുകളൊക്കെ അവർ കണ്ണടച്ച് വിശ്വസിച്ചിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ 1990-കളിൽ ലോകത്തിൽ വെറും 99 ബില്യണേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2022 ആയപ്പോഴേക്കും ബില്യണേഴ്സിൻ്റെ എണ്ണം 2755 കൂടിയിരിക്കുന്നു. ഇതെങ്ങനെ സാധിച്ചു, അതും ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത്, ന്യൂ റിച്ച് ലവ് ടു ടോക്ക് അബൌട്ട് മണി ബട്ട് ഓൾഡ് റിച്ച് റെയർലി മെൻഷൻസ് ഇറ്റ്. നമ്മൾ പലപ്പോഴും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, വില്ലന്മാരെന്ന് പറയുന്നത് വളരെയധികം ധനികരായിരിക്കും, അതുപോലെ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ മോശമായ കാര്യങ്ങളായിരിക്കും. ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പണമാണ്. പണത്തോടുള്ള ആഗ്രഹം മനുഷ്യനെ ചെകുത്താനിലേക്കും നരകത്തിലേക്കും എത്തിക്കുമെന്ന് പറയുന്ന മതവിശ്വാസങ്ങൾ പോലും നമ്മുടെ ചുറ്റിലുമുണ്ട്. പണത്തോടുള്ള അത്യാഗ്രഹം തീർച്ചയായും മനുഷ്യനെ അവൻ്റെ ജീവിതം നശിപ്പിക്കുമെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. എന്നാൽ പണം സമ്പാദിക്കുന്നതും ധനികനായി ജീവിക്കുന്നതുമൊന്നും ചെകുത്താനിലേക്കുള്ള ഷോർട്ട് കട്ട് ഒന്നുമല്ല. എന്നാൽ പണ്ടുള്ള ആളുകൾ കരുതിയിരുന്നത് ഇതെല്ലാം തന്നെ മനുഷ്യനെ വളരെയധികം മോശമായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറ്റും, പണം സമ്പാദിക്കുന്നത് അവൻ്റെ നാശത്തിലേക്കുള്ള വഴിയാണ് എന്നൊക്കെയുള്ള വളരെ മോശമായ ചിന്താഗതി കാരണം കൂടിയാണ്. എന്നാൽ പുതിയ തലമുറയിലുള്ള ആളുകൾ കാര്യങ്ങളെ കൂടുതൽ ബുദ്ധിപരമായി വിശകലനം ചെയ്യുകയും അന്ധമായി ഒന്നിനെയും അടിച്ചു വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇതിലെ യുക്തി മനസ്സിലാവുകയും അവർ വളരെ യുക്തിപരമായ രീതിയിൽ പണം സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. പുതിയ എന്തൊരു അവസരങ്ങൾ ലഭിക്കുമ്പോഴും അവയിൽ നിന്നെല്ലാം എങ്ങനെയൊക്കെ പണം സമ്പാദിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് പൊതുവെ പുതിയ തലമുറയ്ക്ക് അധികമാണ്. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളുടെ മുൻപത്തെ വീഡിയോസിലൊക്കെ നമ്മൾ റീലെവൽ എന്നുള്ള പ്ലാറ്റ്ഫോമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി, അതും നല്ല ഒരു കമ്പനിയിൽ തന്നെ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുറച്ച് ദിവസം മുമ്പ് ആക്ടർ വരുൺ താക്കൂർ ഹോസ്റ്റ് ചെയ്തുകൊണ്ട് റീലെവൽ CEO ആയ ശശാങ്ക് മുരളിയും നുസൈർ യാസിൻ എന്ന് പറഞ്ഞ യൂട്യൂബറും NIS അക്കാദമിയുടെ ഫൗണ്ടർ CEOയുമായ വ്യക്തി പങ്കെടുക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ
റീ ലെവൽ അച്ചീവേഴ്സ് ആയിരുന്ന പീയൂഷ്, കൗസ്തവ്, അരിഹൻഡ് എന്ന 3 അച്ചീവേഴ്സും പങ്കെടുത്തിരുന്നു. ഇന്ന് റീ ലെവലിലൂടെ ലക്ഷങ്ങൾ സാലറി മേടിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർ എങ്ങനെയാണ് ഇത് അറിയാനിടയായുണ്ടായത് എന്നും ദെൻ അവരുടെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് നല്ല ഇൻസ്പയറിംഗ് ജേണിയുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ലാതെ അതിൽ ശശാങ്ക് മുരളിയും നുസൈർ യാസിനും അവരുടെ ഒരുപാട് എക്സ്പീരിയൻസസും അതുപോലെ അവരുടെ ഒരു ഫസ്റ്റ് ജോബിൽ നിന്നുള്ള ലേണിങ്സും മിസ്റ്റേക്സും അതുപോലെ എങ്ങനെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാമെന്നും അതുപോലെ ഒരു ജോബിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ലേണിങ്സും സാലറി കാര്യങ്ങൾ എല്ലാം തന്നെ ഷെയർ ചെയ്തു. മാത്രമല്ലാതെ ഒരു ഫ്രഷർ ആയിക്കൊണ്ട് എങ്ങനെ നമ്മളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാമെന്നും ഇപ്പോഴുള്ള ജോലിയിൽ നിന്നും എങ്ങനെ ക്വിറ്റ് ചെയ്യാമെന്നും അങ്ങനെ പല കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഈ ഒരു ഇന്റർവ്യൂ നമ്മൾ കാണുകയാണെങ്കിൽ ഇത് തീർച്ചയായും നമുക്ക് ഏറ്റവും വലിയ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. സോ തീർച്ചയായും ഇന്റർവ്യൂ കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി സിമ്പിൾ ആയിട്ട് റീ ലെവലിനെ പറ്റി പറയുകയാണെങ്കിൽ റീ ലെവലിന് മില്യൺസ് ഓഫ് യൂസേഴ്സ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ 60,000 ടെസ്റ്റുകളും 100 ഡിഫറെന്റ് കമ്പനീസിനോടൊപ്പം റീ ലെവൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഓരോ ടെസ്റ്റുകളും ഒരു ഗെയിം പോലെ ആയിരിക്കും ഉണ്ടാവുക. സോ തീർച്ചയായും ഇവരുടെ ഇന്റർവ്യൂ വീഡിയോ കണ്ടതിന് ശേഷം റീ ലെവൽ ടെസ്റ്റ് കൂടി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. രണ്ടാമത്തേത്, ന്യൂ റിച്ച് ഈസ് ഓപ്പൺ ടു എവ്രി വൺ ബട്ട് ഓൾഡ് റിച്ച് ഈസ് ക്ലോസ്ഡ് ഓഫ്. പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള വിവേചനങ്ങൾ നിലനിന്നിരുന്നു. ജാതിയായാലും മതമായാലും ക്ലാസ് ആയാലും പലതരത്തിലുള്ള വിവേചനങ്ങൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവേചന വ്യവസ്ഥയാണ് ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ആളുകളെ ഹൈ ക്ലാസ് എന്നും മിഡിൽ ക്ലാസ് എന്നും ലോ ക്ലാസ്സും എന്നൊക്കെ പറഞ്ഞ് തരം തിരിച്ചിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലും അതൊക്കെ ഉണ്ട് എങ്കിൽ പോലും വളരെ മാർജിനലായിട്ട് മാത്രമേ നമുക്കതൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പണ്ടത്തെ കാലത്ത് അത് വളരെയധികം അധികമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈ ക്ലാസ്സിലുള്ള ആളുകൾ ഒരു കാരണവശാലും മിഡിൽ ക്ലാസ്സുമായിട്ടോ ലോ ക്ലാസ്സുമായിട്ടോ ഇടപഴകുകയില്ല. അന്നത്തെ കാലത്തെ സിനിമകൾ എടുത്ത് നോക്കിയാൽ പോലും ഇത്തരത്തിലുള്ള ഡയലോഗുകളും വിവേചനങ്ങളുമൊക്കെ തമാശ രൂപേണയെങ്കിലും നമുക്ക് കാണാനും സാധിക്കും. എന്നാൽ ഇന്നത്തെ തലമുറ ഇത്തരത്തിലുള്ള ക്ലാസ് സിസ്റ്റങ്ങളെയൊക്കെ തന്നെ ഭേദിച്ചുകൊണ്ടാണ് ആളുകളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നത്. അവർ പണക്കാരോടും പാവപ്പെട്ടവരോടും എന്നുമൊന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ വേണ്ടി ശീലിച്ചിട്ടുള്ള ആളുകളാണ്. ഇതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ളൊരു എക്സ്പോഷർ ലഭിക്കുകയും മറ്റുള്ള ആളുകളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നതിലൂടെ ആ ഒരു തരത്തിലുള്ള ഒരുപാട് അധികം കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേത്, ഓൾ റിച്ച് നോ ആൻഡ് ഫോളോ ഓൾ ദ റൂൾസ് ബട്ട് ദ ന്യൂ റിച്ച് ഡോണ്ട് കെയർ അബൌട്ട് ദ റൂൾസ്. നമ്മുടെ പഴയ തലമുറയിലുള്ള ആളുകളെല്ലാം തന്നെ വളരെ കൺവെൻഷനലായിട്ടും ട്രഡീഷണലായിട്ടും ഒക്കെ ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാത്തിനും ഒരു റൂളും അല്ലെങ്കിൽ ഒരു ചിട്ടയും ഒക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അവർ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കിനെ ഭേദിക്കാൻ ധൈര്യം കാണിക്കാത്തവരാണ്. എന്നാൽ ന്യൂ റിച്ച് ഒരിക്കലും അങ്ങനെയല്ല. അത്തരത്തിലുള്ള ചിട്ടകളെ പറ്റിയോ വ്യവസ്ഥകളെ പറ്റിയോ ഫ്രെയിം വർക്കുകളെ പറ്റിയോ ഒട്ടും കെയർ പോലും ചെയ്യാത്ത ആളുകളായിരിക്കും ന്യൂ റിച്ച് എന്ന് പറയുന്നത്. ഇതിന് വളരെ ലൈവായിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് തരാൻ സാധിക്കും. പ്രഫുൽ ബിലോറെ എന്ന MBA ചായ് വാലയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് MBA ഡിഗ്രി ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഒരു കൺവെൻഷണൽ ജോബിന് പോവുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ റിച്ച് ആവാൻ ആഗ്രഹിക്കാതെ സ്വന്തമായി ഒരു ചായ് വാലയായി മാറുകയും അദ്ദേഹം വെറും 8,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കോടികളുടെ വിറ്റുവരവും ടേൺ ഓവറും ജനറേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ പറ്റി ആദ്യം കേൾക്കുമ്പോൾ MBA ഉണ്ടായിട്ടും ചായ അടിക്കാനാണോ പോയത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ മൈൻഡ് സെറ്റും ഓൾഡ് റിച്ച് മൈൻഡ് സെറ്റാണ്. ഒരു MBA ജോലി ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ ടേൺ ഓവർ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വെറും 8,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ടേൺ ഓവർ എന്ന് പറയുന്നത് എത്ര മാത്രമാണെന്നും അത് ഒരു സാധാരണ MBA കാരനെ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് പ്രഫുൽ ബില്ലോരെ പോലെ വേണോ അല്ലെങ്കിൽ ഒരു സാധാരണ ഓൾഡ് മൈൻഡ് സെറ്റ് വേണോ എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. നാലാമത്തേത്, ന്യൂ റിച്ച് ഇൻവെസ്റ്റ് ഫോർ ഷോർട്ട് ടേം ബട്ട് ഓൾ റിച്ച് ഇൻവെസ്റ്റ് ഫോർ ലോങ് ടേം. ഇതൊരല്പം റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ശരി ഏതാണ് തെറ്റേതാണ് എന്നൊക്കെ വളരെ സബ്ജക്റ്റീവായിട്ട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഓൾഡ് റിച്ച് ആയിട്ടുള്ള ആളുകൾ പലപ്പോഴും ലോങ് ടേമിലേക്ക് കൂടുതൽ സസ്റ്റൈനബിലിറ്റി കിട്ടുക എന്നുള്ളൊരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നത് കൊണ്ട് തന്നെ അവർ കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റിനും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെയാണ് പ്രിഫർ ചെയ്യുക. കൂടുതൽ കാലം അവരുടെ
ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. എന്നാൽ ന്യൂ റിച്ച് എന്ന് പറയുന്നത് ഒരല്പം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ഷോർട്ട് ടേമിൽ തന്നെ മാസീവ് റിട്ടേൺസ് കിട്ടണമെന്നും അതുകൊണ്ട് ഒരല്പം റിസ്കി ആയിട്ടുള്ള ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ട്രേഡിംഗ് ആയാലും ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും കൃത്യമായ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ഇന്നത്തെ തലമുറയുടെ വെൽത്തി മൈൻഡ് സെറ്റിനെ പറ്റിയും അത് പഴയ തലമുറയിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്നതിനെ പറ്റിയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ലൈഫിൽ റിച്ച് ആവണമെന്നും സക്സസ്ഫുൾ ആവണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലെ ഏത് മൈൻഡ് സെറ്റ് വേണമെന്ന് നമുക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്.